പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിടുകയായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ റിപ്പോർട്ടിലൂടെയാണ് PV അൻവർ ആ ശബ്ദരേഖ പുറത്തുവിട്ടത്. SP സുജിത് ദാസും PV അൻവറും തമ്മിലുള്ള സംഭാഷണം, അതിൽ പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. അതിന്മേൽ ഇപ്പോൾ ഒരു സസ്പെൻഷനിലേക്ക് നീങ്ങുകയാണോ, ആ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണോ എന്ന് സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ? ഉത്തരവ് പുറത്തിറങ്ങിയോ? തീർച്ചയായും ഉത്തരവിറങ്ങില്ല. പക്ഷേ ആ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലുള്ള തന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി ഗുരുതര ചട്ടലംഘനം നടന്നു എന്നാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുജിത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായി ഒരു കുറ്റകൃത്യം ചെയ്യുക, മരം മുറിച്ച് മാറ്റുക, മരം മുറിച്ച് മാറ്റിയത് അന്വേഷണം നടക്കാതിരിക്കാൻ MLA വിളിച്ച് സ്വാധീനിക്കുക, ഇതാണ് സുജിത് ദാസിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമായി കാണുന്നത്. അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് DGPയുടെ റിപ്പോർട്ടാണ്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. ഇനി ഉത്തരവെല്ലാം പുറത്തിറങ്ങേണ്ടതുണ്ട്. ഉത്തരവ് പുറത്തിറങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാമെങ്കിലും റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ TV ടെലികാസ്റ്റ് ചെയ്ത ആ ആ സംഭാഷണം ഇപ്പോൾ സുജിത് ദാസിന്റെ സസ്പെൻഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിരവധി തവണ നിരവധി ആരോപണങ്ങൾ മലപ്പുറം SP ആയിരുന്ന വേളയിലാണ് ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട PV അൻവർ MLAയുമായിട്ടുള്ള ഉരസൽ തുടങ്ങുന്നത്. ആ ഉരസലിൽ അത് ഇപ്പോഴത്തെ മലപ്പുറം SP-യുമായിട്ടുള്ള അടുത്ത ഉരസലിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോഴത്തെ SP-ക്കെതിരെയുള്ള ആദ്യ വെളിപ്പെടുത്തൽ വരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ചയാണ് PV അൻവർ MLA കൃത്യമായി SP സുജിത് ദാസ് തന്നോട് ഈ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന ഭാഗങ്ങൾ അടങ്ങുന്ന ഫോൺ സംഭാഷണം റിപ്പോർട്ടറിലൂടെ പുറത്തുവിട്ടത്. ഞായറാഴ്ച ഈ സംഭാഷണം പുറത്തു വരുന്നു. അവിടെയും നിൽക്കുന്നില്ല. അടുത്ത സംഭാഷണത്തിൽ ADGP MR അജിത് കുമാർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് തന്റെ മേലുദ്യോഗസ്ഥനെതിരെ പോലും കാര്യങ്ങൾ ഒരു മറയുമില്ലാതെ വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഗുരുതര ചട്ടലംഘനമാണ് സുജിത് ദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. SP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി സംരക്ഷിക്കാനുള്ള ഒരു നീക്കമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത്. അത് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം എതിർപ്പുയരുകയും ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള എതിർപ്പായി മാറുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണോ ഇങ്ങനെയൊരു നടപടിയിലേക്ക് ഒടുവിൽ എത്തിയത്? ഗുരുതര ചട്ടലംഘനം എന്നുള്ള റിപ്പോർട്ട് അത് കൃത്യമായി ലഭിച്ചതല്ലേ ഉമേഷ്? തീർച്ചയായും സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മനസ്സിലാക്കിയിരിക്കണം. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ സംസാരിച്ചതുപോലെ ആയിരുന്നില്ല MV ഗോവിന്ദനെ കണ്ട ശേഷം അൻവറിൻ്റെ സംസാരം. കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ ഇന്നലെ സംസാരിച്ചത്. അതിൽ തന്നെ സൂചനകളുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിപ്രകാരമാണ് DIG അജിത ബീഗത്തെ നേരത്തെ പ്രാഥമിക അന്വേഷണത്തിന് ചുമതല നൽകിയിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത ബീഗം നൽകിയ റിപ്പോർട്ടുണ്ട്. സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിക്കാൻ DIG അജിത ബീഗത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അജിത ബീഗം നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തി. ആ വീഴ്ച എന്ന് പറയുന്നത് മരം മുറിയുമായി ബന്ധപ്പെട്ട വീഴ്ചകളാണ്. മരംമുറി, ക്യാമ്പ് ഓഫീസിലെ മരംമുറി, ആ മരം മുറിച്ച് ഫർണിച്ചർ പണിതു എന്നതടക്കമുള്ള വിവരങ്ങൾ, അത് വിവാദമായപ്പോൾ ഫർണിച്ചറുകൾ കത്തിച്ചു എന്നുള്ള വിവരം, ആ മരം മുറിച്ച ശേഷമാണ് അയൽപക്കത്തോട് പരാതി എഴുതി തരാൻ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ തെളിവുകളടക്കം വെളിപ്പെടുത്തലടക്കം കഴിഞ്ഞ ദിവസം അയൽക്കാരിയുടെ പ്രതികരണമടക്കം പുറത്തു വന്നിരുന്നു. അഷ്കർ അലി കരിമ്പ കൂടിയുണ്ട്. അഷ്കർ, നിരവധി ആരോപണങ്ങൾ SP സുജിത് ദാസിനെതിരെയുണ്ട്. താനൂർ കസ്റ്റഡി കൊലപാതകം തൊട്ട് ഈ പേര് നമ്മൾ കേൾക്കുന്നു. അതിനുശേഷമാണ് പലരും പല വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ മരംമുറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അതിൽ തന്നെ ഉണ്ടായ വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു അഷ്കർ? സ്മൃതി, താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആരോപണ വിധേയനായിരുന്നു അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്. അന്നേ ചെയ്യേണ്ട സർക്കാർ നടപടി ഏറെ വൈകിയാണെങ്കിലും ഇപ്പോൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് കൊലക്കേസ് പ്രതികളായി തടവിലാക്കപ്പെട്ടത്, ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കൊലക്കേസ് പ്രതികളാക്കുകയും പിന്നീട് CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്ത 4 പേരും ഇതേ SP സുജിത് ദാസിന് കീഴിലുണ്ടായിരുന്ന ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുണ്ടായിരുന്ന ഡാൻസ് സ്ക്വാഡ് അംഗങ്ങളായ 4 പേരാണ്. അവരെ സംരക്ഷിക്കുകയും പിന്നീട് ആ താനൂർ കസ്റ്റഡി കൊലപാതക കേസ്
അട്ടിമറിക്കാൻ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് പോലും SP സുജിത് ദാസ് ആയിരുന്നു. ആ സുജിത് ദാസിന് നേരെ അന്ന് സംരക്ഷിച്ചു വന്ന സർക്കാരാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ ഭരണപക്ഷ MLA യുടെ ആരോപണങ്ങളും അതുപോലെ തന്നെ മരമുറി കേസും അടക്കമുള്ള നിരവധി ആരോപണങ്ങളിൽ സർക്കാർ പ്രതിക്കൂട്ടിലായതോടെ അതോടൊപ്പം തന്നെ പാർട്ടിയും മറുതലത്തിൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യത്തിലെത്തിയതോടെയാണ് ഇപ്പോൾ ഒടുവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അൻവർ തുടങ്ങി വെച്ച ആക്രമണത്തിൽ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവറും സുജിത് ദാസും തമ്മിലുള്ള മരമുറിയുമായി ബന്ധപ്പെട്ട ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ TV ആയിരുന്നു. ആദ്യ 2 സംഭാഷണങ്ങളോടെ തന്നെ മരമുറിയുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിനുള്ള കൃത്യമായ പങ്ക് അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നത് കൂടിയായിരുന്നു. കാരണം ആ കേസ് ഇല്ലാതെ പരാതിയുമായി PV അൻവർ MLA മുന്നോട്ട് പോയാൽ താൻ പ്രതിക്കൂട്ടിലാകുമെന്നും തനിക്ക് നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കൃത്യമായ ബോധ്യം സുജിത് ദാസ് IPS ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് പരാതിയുടെ ഘട്ടത്തിൽ തന്നെ അട്ടിമറിക്കാൻ ഒരു ജില്ലാ പോലീസ് മേധാവി വളരെ ആസൂത്രണമായി തന്നെ ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ഓഡിയോ സംഭാഷണങ്ങളുടെ SP സുജിത് ദാസിന്റെ വികൃതമായ മുഖം സമൂഹ മധ്യേ അത് വ്യക്തമായതാണ്. തന്റെ പരാതി, തനിക്കെതിരായ പരാതി ഒന്ന് പിൻവലിക്കൂ എന്ന PV അൻവർ ഒരു MLA യോട് SP കെഞ്ചുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ശ്രീജിത്ത് കൂടിയുണ്ട് തത്സമയം. ശ്രീജിത്ത്, ഇപ്പോൾ എപ്പോഴാണ് ഈ നടപടി എന്നത് പ്രധാനമാണല്ലോ. നാളെ CPM സെക്രട്ടേറിയറ്റ് തുടങ്ങാനിരിക്കുന്നു. ബ്രാഞ്ച് കമ്മിറ്റികളിൽ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെ ഉയരുന്നു. ഈ ഘട്ടത്തിൽ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത തീരുമാനം ഇന്ന് വരുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എങ്ങനെ വിലയിരുത്താം? നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുകയാണ്. P ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും CPIM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിശദമായ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. ഈ ഘട്ടത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതും സുജിത് ദാസിന്റെ കാര്യത്തിൽ മാത്രം. സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ തൃശൂർ റേഞ്ച് DIG ആയ ലളിത ബീഗത്തെ നേരത്തെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നെന്നും ആ DIGയുടെ റിപ്പോർട്ട് ഇപ്പോൾ വന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. എന്നാൽ അടിയന്തരമായ ഒരു സാഹചര്യം സർക്കാരിന് മേൽ വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും CPIMന്റെ നേതൃയോഗം നാളെ ചേരാനിരിക്കെ ഈ വിഷയം പരിഹരിക്കാനിരിക്കെ ഇപ്പോൾ നടപടിയെടുത്തെങ്കിൽ അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും എതിരെയുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്ന് കരുതിയാണ് ഇപ്പോൾ തിരക്കപ്പെട്ട നടപടിയെടുത്തത് എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇത്തരമൊരു നടപടികൾക്ക് അജിത് കുമാറിനെ കൂടി സസ്പെൻഡ് ചെയ്യണമെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഉന്നയിക്കുന്ന വാദം നടപടി പാലിച്ചുകൊണ്ട് മാത്രമേ ഈ മറ്റ് IPS ഉദ്യോഗസ്ഥരെ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ്. അതിന് ഉപോത്ബലകമായ ഒരു നടപടിയായി കൂടി സുജിത് ദാസിന്റെ സസ്പെൻഷൻ നമ്മൾ വായിച്ചെടുക്കാം. അജിതാബിഗത്തിന്റെ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ സുജിത് ദാസ് സസ്പെൻഡ് ചെയ്തത് എന്ന് വാദമായിരിക്കും മുഖ്യമന്ത്രി പാർട്ടി യോഗങ്ങളിലും അല്ലാതെയും ഉയർത്താൻ പോകുന്നത്. എന്നാൽ അജിത് കുമാറിനെതിരെ അത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലില്ല. അത് അന്വേഷിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അന്വേഷണം വന്നു കഴിഞ്ഞാൽ MR അജിത് കുമാറിനെതിരെയും മാതൃകാപരമായ നടപടി ഉണ്ടാകും എന്ന വാദം ഉയർത്തുന്നതിന് ഉപോത്ബലകമായ ഒരു നടപടിയായിട്ട് വേണം സുജിത് ദാസിനെതിരെ ഉള്ള ഇപ്പോഴത്തെ ഈ സസ്പെൻഷനെ അത് പ്രത്യേകിച്ചും പാർട്ടിയുടെ നിർണായകമായ യോഗങ്ങൾ നാളെ നടക്കാനിരിക്കെ ഒപ്പം ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഇതൊരു സജീവ ചർച്ചാ വിഷയമായിരുന്നു. പലയിടത്തും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉദ്ഘാടകനായി അല്ലെങ്കിൽ സ്ഥലത്ത് പ്രസംഗിക്കാൻ PV അൻവറിനെ കിട്ടുമോ എന്ന അന്വേഷണം പോലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ അതോടൊപ്പം കൊല്ലം ജില്ലകളിലൊക്കെ അത്തരം പാർട്ടി നേതാക്കൾ, പാർട്ടി സഖാക്കൾ നമ്മളെയൊക്കെ വിളിച്ച് അൻവറിന്റെ നമ്പർ കിട്ടുമോ, തങ്ങളെ അവിടെ പരിപാടിക്ക് ക്ഷണിക്കാനാണ് എന്ന തരത്തിൽ അൻവറിന് പാർട്ടിക്കകത്ത് വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടാകുന്നു. അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് വലിയ തോതിൽ സ്വീകാര്യത കിട്ടുന്നു. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷണം വേണമെന്ന ആവശ്യം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആവർത്തിച്ച് ഉയരുകയാണ്.